പടിഞ്ഞാപുറത്ത് കസേരയിൽ ഞാൻ തനിച്ചാണ്. ഒരു വിവരവും അറിയുന്നില്ല. അപ്പുറത്തെന്താണ് സംഭവിക്കുന്നത്? ഞാൻ കുറേയധികം ബീഡി വലിച്ചു തീർത്തു. കുറേയേറെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. അങ്ങനെ നടക്കുമ്പോൾ അബിയും പാത്തുക്കുട്ടിയും കൂടി ഇപ്പുറത്തേക്ക് വന്നു. അബി വീരവാദം പറയുകയാണ്. ഇമ്പിയാ മുന്നം കണ്ടത്. പാത്തുക്കുട്ടി പറഞ്ഞു. അബിയല്ല, ഞാനാ കണ്ടത്. അപ്പോഴേക്കും ലൈലയും സൈദ് മുഹമ്മദും വന്നു. സൈദ് മുഹമ്മദ് പറഞ്ഞു, ഞാനാ മുന്നം കണ്ടത്. ലൈല പറഞ്ഞു, ഇക്കാക്കാനെ കൊണ്ടുപോകുകയില്ല, ഞാനാ മുന്നം കണ്ടത്. ഈ കുരുന്ന് കുറുമൂസകൾ എന്താണ് മുന്നം കണ്ടത്? ഞാൻ അബിയോട് ചോദിച്ചു. എന്താടാ നീ മുന്നം കണ്ടത്? അബി അഭിമാനത്തോടെ പറഞ്ഞു. അതിനെ മുഴുവനും പേർന്നത് ഇമ്പിയാ മുന്നം കണ്ടത്. ആട് പെറ്റോ? ഞാൻ ചോദിച്ചു. പാത്തുക്കുട്ടി പറഞ്ഞു, പെറ്റ്. മുഴുവനും പേർന്നത് ഊത്തപ്പ ഞാനാ മുന്നം കണ്ടത്. ഹാവൂ, അത് പെറ്റു. യാതൊരു കുഴപ്പവും ഉണ്ടായില്ല. എനിക്ക് ആശ്വാസമായി. ഞാൻ ചെന്നു നോക്കി. ഇളം തിണ്ണയിൽ തള്ളയും കുട്ടിയും. വെളുത്ത ശൊങ്കനാണ് കുട്ടി. അതീ മഹാപ്രപഞ്ചത്തെ യാതൊരു കൂസലും കൂടാതെ നോക്കിക്കൊണ്ട് കിടക്കുകയാണ്. തള്ളയെ ചൂടുവെള്ളത്തിൽ കുളിപ്പിക്കാനോ അതിന് പാല് കൊടുക്കാനോ ഒക്കെ പറയാൻ തോന്നി. പക്ഷെ പാലെവിടുന്ന്? ചൂടുവെള്ളമുണ്ട്. ഞാൻ വല്ലതും പറഞ്ഞാൽ പെണ്ണുങ്ങൾക്ക് തമാശയായി തോന്നും. എങ്കിലും ഞാൻ ഉമ്മായോട് ചോദിച്ചു, അതിന് വല്ലതും കൊടുത്തോ? ഒന്നും കൊടുത്തിട്ടില്ല. കുറേ കഴിഞ്ഞ് തേരകത്തിൻ്റെയോ എന്തോ ഏതോ വിശേഷ ഇല കൊടുക്കും, അതാണത്രേ പതിവ്. ഞാൻ പറഞ്ഞു, ആ കുട്ടിയെ ഒരു പായിൽ കിടത്ത്. തണുത്ത വെറും തിണ്ണയിലല്ലേ അത് കിടക്കുന്നത്? പായയിൽ അവർ കിടത്തിയോ എന്തോ. ഞാൻ ഓടിച്ചെന്ന് ഒരു വലിയ നേന്ത്രപ്പഴം കൊണ്ടുവന്ന് തള്ളയാടിന് കൊടുത്തു. അത് കൃതജ്ഞതയോടെ തിന്നു. ഇതെന്താ എന്നുള്ള മട്ടിൽ പെണ്ണുങ്ങളൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. ഉമ്മ മാത്രം ഇരുന്ന് മന്ദഹസിച്ചു. സന്ധ്യ കഴിഞ്ഞ് പാത്തുമ്മായും ഖദീജയും കൊച്ചുണ്ണിയും വന്നു. ആട് പെറ്റ വാർത്ത അറിഞ്ഞിട്ട് അവരൊന്നും പറഞ്ഞുമില്ല. കിടക്കാൻ സമയത്ത് ഞാൻ ചോദിച്ചു, ആട്ടിൻകുട്ടിയെ എവിടെ ഇട്ടിരിക്കുന്നു? അടുക്കളയിൽ. ആരോ പറഞ്ഞു. ഞാൻ ചോദിച്ചു, കൊട്ടയിട്ട് മൂടിയിട്ടുണ്ട്. കുട്ടയിട്ട് മൂടിയിട്ടുണ്ടത്രേ. ആനുമ്മ, അതിന് ശ്വാസം മുട്ടുകയില്ലേ? നിങ്ങളുടെ ആരുടെയെങ്കിലും കൊച്ചിനെ ഇങ്ങനെ കുട്ടയിൽ മൂടിയിടുമോ എന്നു ഞാൻ ചോദിച്ചു പോയി. പിന്നെ അതിന് എന്താ വേണ്ടത്? ഇങ്ങനെ മറുപടി ഉണ്ടായി. ആരാണെന്നറിഞ്ഞില്ല. ഞാൻ മിണ്ടാതെ കിടന്നു. ഈ പേറുകാരികളുടെ ഇടയിൽ വച്ച് ഞാൻ എന്തെങ്കിലും പറയുന്നത് ഒരു വകയാണ്. ഞാനില്ലാത്തപ്പോൾ അവരത് പറഞ്ഞ് കൂട്ടച്ചിരി ചിരിക്കും. ഒന്നാമത് ഞാൻ വിവാഹം ചെയ്തിട്ടില്ല. അപ്പോൾ അറിവില്ലാത്ത വിഷയത്തെപ്പറ്റി സംസാരിക്കാതിരിക്കുന്നതാണ് ഉത്തമം. ഞാൻ പുതപ്പിട്ട് മൂടി കൃമ്മാതെ കണ്ണമടിച്ച് കിടന്നു.